എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും, അതായത് താൽക്കാലിക റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് റെഗുലർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ എന്നിവയും അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി ഓക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതല്ല. കാരണം ഇത് താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ്. അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. അതായത് മുഖ്യഘട്ടത്തിന് മുന്നോടിയായിട്ടുള്ള ജസ്റ്റ് ഒരു സാമ്പിൾ അലോട്ട്മെൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടും, അതുപോലെ എവിടെയാണ് കിട്ടാൻ സാധ്യത എന്നിവ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ട്രയൽ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ട്രയൽ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്നിവ നൽകുകയും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുകയും ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് പോളിടെക്നിക് കോളേജിൻ്റേതാണ് അറിയേണ്ടത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് പ്രോഗ്രാമിൻ്റേതാണ്, അതായത് നിങ്ങൾ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഏത് കോട്ടയുടേതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു കോട്ട കറക്റ്റായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതായത് സാധാരണ എല്ലാവരും ഉൾപ്പെടുന്നതാണ് ജനറൽ കാറ്റഗറി. അതുപോലെ തന്നെ ബാക്കിയുള്ള വിഭാഗങ്ങൾക്ക്, അതായത് സെപ്പറേറ്റ് ആയിട്ട് VHSC അതുപോലെ തന്നെ മറ്റ് നിങ്ങളുടെ കാറ്റഗറി വിഭാഗങ്ങൾ, അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് അറിയേണ്ടത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്കും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻപിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം പേജ് തന്നെയാണ് വരിക. നിങ്ങൾക്ക് വീണ്ടും അടുത്ത ആ ഒരു കോഴ്സിൻ്റെയും മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നിലവിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഈ ഒരു 28-ാം തീയതി വരെയാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഒന്നും വന്നിട്ടില്ല. നിലവിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു അതായത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ടത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വന്നിട്ടില്ല. വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.